ഹലോ ഗായ്സ്, മല്ലി യൂണിറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്ന ഡിസ്ക് എന്ന് പറഞ്ഞാൽ ലോൺ സർവൈവർ ആണ്. ഇതിൻ്റെ 4K ഡിസ്ക്കാണ് ആക്ച്വലി. ഇതാണ് ആർട്ട് വർക്ക്. ബാക്കിൽ ആർട്ട് വർക്കൊന്നും ഇല്ല, ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ മാത്രമേ ഉള്ളൂ. ഫ്രണ്ടിൽ 2 ഇമേജസും കാര്യങ്ങളൊക്കെയാണ്. നേരെ ഞാൻ ഡിസ്കിലേക്ക് പരിചയപ്പെടാറുണ്ട്. ഇതാണ് 4K ഡിസ്ക്. ഇതാണ് അതിൻ്റെ കൂടെ വരുന്ന ബ്ലൂറേ. ഇത് ആക്ച്വലി ഒരു ആർട്ട് വർക്കും ഇല്ലാത്ത പ്ലെയിൻ ലേസർ ഡിസ്ക്കാണ്. ഇത് ആക്ച്വലി സീ ത്രൂ ആണ്, അതായത് അകത്തൂടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇത് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല, പക്ഷേ ഇത് അകത്തൂടെ കാണാൻ പറ്റുന്ന ഡിസ്ക്കാണ്. ഈ 2 ഡിസ്ക്കും ആക്ച്വലി കാണിച്ചതെന്ന് പറയുന്നത് ആക്ച്വലി ഈ ബ്ലൂറേ ഡിസ്ക് വന്നിട്ട് DTS മാസ്റ്റർ ഓഡിയോ 5.1ഉം 4K വന്നിട്ട് DTS X ആണ്. DTS X എന്നുള്ള ഫോർമാറ്റ് കണ്ടിട്ടാണ് ഞാൻ ആക്ച്വലി ഇത് എടുത്തത്. കാരണം ഇതിൽ നല്ലൊരു അപ്ഗ്രേഡാണ്. ഈ DTS ഫോർമാറ്റിലുള്ള ബ്ലൂറേക്കാട്ടും ഒരു 10 ടൈംസ് അപ്ഡേറ്റഡ് സാധനമാണ് ഈ DTS X എന്ന് പറഞ്ഞ ഫോർമാറ്റ്. മൂവിയെ പറ്റി ബേസിക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ലോൺ സർവൈവർ എന്ന് പറഞ്ഞൊരു ബുക്കിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണിത്. 2013 ഈ മൂവി റിലീസായത്. പീറ്റർ ബർഗ് എന്ന് പറഞ്ഞ പുള്ളി ഡയറക്റ്റ് ചെയ്ത ഒരു മൂവിയാണ്. മാർക്ക് വെൽബർഗ് ആണ് ഇതിൽ മെയിൻ ക്യാരക്ടറായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. മാർക്ക് വെൽബർഗ് കൂടാതെ എക്സ്ട്രാ ഒരു 3 സോൾജേഴ്സും ഉണ്ട്. ഒറിജിനൽ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അതായത് 4 സോൾജേഴ്സിനെ ഓപ്പറേഷൻ റെഡ് വിങ്ങിൻ്റെ ബേസിലായിട്ട്, അതായത് യുഎസിലെ കുറേ സോൾജേഴ്സിനെ കൊന്ന താലിബാൻ ടെററിസ്റ്റായ അഹമ്മദ് ഷായെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ട്രൂപ്പിനെ, അതായത് ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള 4 പേർ അടങ്ങുന്ന ഒരു ട്രൂപ്പിനെ പറഞ്ഞയക്കുന്നതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പോൾ അതിൽ എത്ര പേര് മരിക്കുന്നു എന്നുള്ളതാണ്, ആരാണ് ലാസ്റ്റായിട്ട് ജീവനോടെ തിരിച്ചു കിട്ടുന്നത് എന്നൊക്കെയുള്ള ബേസ് ചെയ്തിട്ടുള്ള മൂവിയാണ്. ഇത് മൂവിക്ക് സൗണ്ട് എഡിറ്റിങ്ങിനും സൗണ്ട് മിക്സിങ്ങിനും ഓസ്കാർ നോമിനേഷൻ വരെ പോയതാണ്. ഇതിൽ പറഞ്ഞ പോലെ 4K ഡിസ്ക് വന്നിട്ട് DTS Xലും ബ്ലൂറേ വന്നിട്ട് DTS മാസ്റ്റർ ഓഡിയോ 5.1 വന്നിരിക്കുന്നത്. ഞാൻ ആക്ച്വലി DTS Xലാണ് മൂവി കണ്ടത്. എന്നിട്ട് DTS 5.1 ഫോർമാറ്റിൽ ആക്ച്വലി ജസ്റ്റ് ഒരു 4-5 സീൻസ് കണ്ടു നോക്കിയേ ഉള്ളൂ. ഹെവി അപ്ഗ്രേഡ് തന്നെയാണ്, പക്ഷേ സ്റ്റിൽ 5.1 ഓഡിയോ, അതായത് DTS മാസ്റ്റർ ഓഡിയോ 5.1 എന്ന് പറഞ്ഞാൽ സ്റ്റിൽ വർത്താണ്. ഡീറ്റെയിലിംഗ് കൃത്യമായിട്ട് കിട്ടുന്നത്. ഇത് ഡോൾബി അറ്റ്മോസും ഇത് രണ്ടും ഡിഫറൻ്റ് ആയിട്ടുള്ള പരിപാടിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഡോൾബി അറ്റ്മോസിനെ കാട്ടി ശരിക്കും പറഞ്ഞാൽ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണ് DTS X. ഇവിടെ എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 4-5 തിയേറ്റേഴ്സിലെ DTS Xൻ്റെ കോൺഫിഗറേഷൻ നമ്മുടെ കേരളത്തിൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഇപ്പോൾ തോന്നുന്നു കൊച്ചിയിലെ വനിതാ കോംപ്ലക്സിൽ ആക്ച്വലി ഒരു സ്ക്രീൻ അതാണെന്നാണ് തോന്നുന്നത്, DTS X ആണെന്നാണ് തോന്നുന്നത്. ശരിക്കും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് ഈ DTS X. കാരണം അത്രയും വോയിസ് ക്ലാരിറ്റിയാണ് സംഭവം തരുന്നത്. DTS എന്ന് പറയുമ്പോഴേ ക്ലാരിറ്റി ഭയങ്കര സംഭവമാണ്. ഡോൾബി അറ്റ്മോസിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു സറൗണ്ട് ഫീല് നമുക്ക് ശരിക്കും, അതായത് ഡെപ്ത്ത്, എത്ര ഹൈറ്റിലാണ് ഓരോ ഐറ്റംസ് നിൽക്കുന്നത് എന്നുള്ള കാര്യവും. എന്നാൽ ഈ DTSലോട്ട് വരുമ്പോഴത്തേക്ക് ഓരോ മൈന്യൂട്ടായിട്ടുള്ള സൗണ്ടിനും അത്രയും ക്ലാരിറ്റി, അതായത് ഓരോ ചെറിയ ഇതിലിപ്പോൾ ആക്ച്വലി ഞാൻ സ്റ്റോറിയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു അരമണിക്കൂർ ആക്ച്വലി കുറച്ച് ചോപ്പേഴ്സ്, അതായത് ഹെലികോപ്റ്റേഴ്സ് കാണിക്കും എന്നുള്ളതല്ലാതെ വലിയ ആപ്പനിങ്സ് ഒന്നുമില്ല. ഇവരെ നേരെ മിഷൻ അസൈൻ ചെയ്യുന്നു ഒരു മലയുടെ മേളിൽ. ആക്ച്വലി ഇവരുടെ ഈ ടെററിസ്റ്റ് അറ്റാക്സ് നടക്കുന്ന, അല്ലെങ്കിൽ ഉണ്ട് എന്ന് സംശയമുള്ള ഒരു ഏരിയയിൽ, അതിൽ നിന്ന് ഹൈറ്റുള്ള ഒരു ഏരിയയിലോട്ട് ഇവരെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ഇവർക്ക് നേരെ അറ്റാക്ക് എപ്പോൾ വരും എന്നുള്ളതിലാണ് ഈ വെയിറ്റിംഗ് ടൈം ഉള്ളത്. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഈ പരിപാടി മൊത്തത്തിൽ മാറും. കാരണം ഫസ്റ്റ് അരമണിക്കൂർ തന്നെ ആക്ച്വലി സൈലൻ്റ് ആയിട്ടുള്ള പരിപാടിയാണ്. ജസ്റ്റ് സംസാരങ്ങളും ബേസും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് സ്പീക്കേഴ്സിന് റെസ്റ്റ് കിട്ടില്ല. ആ ലെവലിലാണ് സൗണ്ടുകൾ. ഗൺ ഷോട്ട്സൊക്കെ എനിക്ക് ആക്ച്വലി റിയലായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ടെററിസ്റ്റ് യൂസ് ചെയ്തേക്കുന്ന AK-47 ആ സീരീസിലുള്ള ഗണ്ണും ഇവർ യൂസ് ചെയ്യുന്ന M4 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഷോർട്ട് ഗൺസ്, ഈ ഗൺസിൻ്റെ സൗണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാവും. അത്രയും ക്ലാരിറ്റിയോടെയാണ് പറഞ്ഞത്. പിന്നെ ഇവർ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഇവർ ആക്ച്വലി ഒരു മലഞ്ചെരുവിലാണ് ഇവർ നടക്കുന്നത്. അപ്പോൾ ഈ മരത്തിൽ നിന്നൊക്കെ വീണ ഈ ചില്ലയുടെ പാർട്സൊക്കെ കാണുമല്ലോ, മീൻസ് ഈ കൊച്ചു കമ്പും കാര്യങ്ങളൊക്കെ, ഇവർ അതിൽ ചവിട്ടുമ്പോൾ ഉള്ള ശബ്ദം പോലും അത്രയും മൈന്യൂട്ട് എടുത്ത് കേൾക്കാൻ പറ്റും. ആദ്യത്തെ 30 മിനിറ്റ്സ് സ്ലോ എന്ന് വെച്ചിട്ട് അവിടെ സൗണ്ട് എഫക്ട്സ് ഇല്ലെന്നല്ല, അത്യാവശ്യം നല്ലപോലെ ചോപ്പേഴ്സ് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് ഞാൻ കണ്ട മൂവീസിൽ ഏറ്റവും കൂടുതൽ ചോപ്പേഴ്സിൻ്റെ സീൻസ് കണ്ടിട്ടുള്ളത് ഇതിലാണ്. ഇതിലൊരു ചോപ്പർ ആക്ച്വലി ഫുള്ളി എക്സ്പ്ലോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആക്ച്വലി ഫുൾ റൂം വൈബ്രേറ്റ് ചെയ്യുന്ന ലെവലിലാണ് അതിൻ്റെ സൗണ്ട് എഫക്ട്സ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം ഡെമോ വർത്തി എന്ന് പറയാൻ പറ്റുന്ന ഒരു DTS Xൻ്റെ ഫോർമാറ്റിലുള്ള ഡിസ്ക്കാണ്. പിന്നെ ഇതിൻ്റെ വിഷ്വൽ സൈഡിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് HDR നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഡോൾബി വിഷൻ ഇല്ല, HDR ആണുള്ളത്. HDR അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് കൊടുക്കുന്നുണ്ട്. മെയിനായിട്ട് സൺറൈസ് സീൻസ്, അതായത് ഇവരെ ആക്ച്വലി ഈ ടൈമിലുള്ള ലൈറ്റ് ആക്ച്വലി നല്ല ബ്രൈറ്റാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഡോൾബി വിഷൻ ആണെങ്കിൽ കുറച്ചുകൂടെ കളറിങ് തോന്നുമായിരിക്കും, കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ടുള്ള കളറിങ് തോന്നും. പക്ഷേ ഇത് ആക്ച്വലി നല്ല ബ്രൈറ്റ് ആയിട്ട് ആണ് കാണിച്ചത്. HDR വരുമ്പോഴേക്കും ബ്ലഡ് കാണിക്കുന്നത് അത്യാവശ്യം നല്ല റോ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു സോൾജറിന് ആക്ച്വലി വെടി കൊള്ളുമ്പോഴേക്കും ആക്ച്വലി ഈ പോർഷനിലാണ് കൊള്ളുന്നത്. അപ്പോൾ ഇത്രയും പോർഷൻ കട്ടായി പോകും. മീൻസ് അങ്ങ്
ബുള്ളറ്റൊക്കെ പാസ് ചെയ്ത് പോവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കുന്നൊരു ഷോട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ബോൺസ് ആക്ച്വലി പുറത്തോട്ട് വന്നിരിക്കുന്നൊരു ഷോട്ടുണ്ട്. ഇന്ത്യൻ മൂവീസിലാണെങ്കിൽ ഇത് ബ്ലർ ചെയ്യുകയോ കട്ട് ചെയ്ത് കളയുകയോ ചെയ്യും. പക്ഷേ ഇത് അത്രയും റോ ആയിട്ട് ബ്ലഡും ഈ ബോഡി പാർട്സും അതിൻ്റെ എന്താണ് കറക്റ്റ് ബുള്ളറ്റ് വുണ്ടെന്ന് പറയുന്ന സംഭവമുണ്ട്. അത് ആക്ച്വലി ബുള്ളറ്റ് ഇങ്ങനെ കയറിപ്പോയിട്ട് അവിടെ ഒരു കറക്റ്റ് ഹോൾ എങ്ങനെ വരുന്നത് നാച്ചുറലായിട്ട് എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഉള്ള രീതിയിലുള്ള വിഷ്വൽസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം ബ്ലഡിൻ്റെ സീൻസൊക്കെ നല്ലപോലെ കാണിക്കുന്ന ഒരു മൂവി തന്നെയാണിത്. വാർ മൂവി എന്നുള്ളതിനെക്കാട്ടി ഒരു ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള ഐറ്റമാണത്. കാരണം വാർ മൂവി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സ്റ്റോറി എക്സ്പെക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നല്ല ഡെപ്ത് ഉണ്ട്. കാരണം ഇത് ആക്ച്വൽ റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു മൂവി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡെപ്ത് കാണാൻ കഴിയും. നിങ്ങളിതിൻ്റെ ബ്ലൂറേ ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് DTS മാസ്റ്റർ ഓഡിയോയുള്ള ബ്ലൂറേ ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഹെവി ആയിട്ടൊരു അപ്ഗ്രേഡ് തന്നെയായിരിക്കും ഈ DTS X വരുന്ന ഈ വെർഷൻ. ഇത് 4K വരുന്ന വെർഷൻ. വോയിസ് ക്ലാരിറ്റിയുടെ കാര്യത്തിലായാലും സൗണ്ട് മിക്സിങ്ങിൻ്റെ കാര്യത്തിലായാലും അത്യാവശ്യം ഡെമോ മെറ്റീരിയലായിട്ട് കാണിക്കാൻ പറ്റും ഒരു DTS X ഡിസ്ക്കാണിത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു മൂവിയായിട്ട് വരാം. താങ്ക് യു.